ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു പുച്ഛമാണ്. വീട്ടിലായാലും നാട്ടിലായാലും ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ എന്തോന്ന് പഠിക്കാനാണ്, സ്കൂളിൽ പോയപ്പോൾ കുറേ 4 അക്ഷരം പഠിക്കാത്തവരാണ് ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നു പഠിക്കുന്നത്. ഫോൺ നോക്കി വേറെ വല്ലതും ചെയ്യുമെന്ന് നമുക്ക് അങ്ങനെ അറിയാം. ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ വന്ന് പറയും, കുട്ടികൾ ഇങ്ങനെ തലവലിക്കൊണ്ടിരിക്കും. അല്ലാതെ വീട്ടിൽ ഇരുന്നവരൊന്നും പഠിക്കാനും പോകുന്നില്ല, നല്ല മാർക്കും കിട്ടത്തില്ല. ഇങ്ങനെ പറയുന്നവരുടെ മുന്നിൽ വീട്ടിൽ നിന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന അതേപോലെ എന്നാൽ അതിലും എഫക്റ്റീവായിട്ട് എങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാമെന്നുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി ടൈം കണ്ടെത്തുക. പലർക്കും പല സ്റ്റഡി ടൈം ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും പഠിച്ചു നോക്കുക. രാവിലെ പഠിച്ചു നോക്കുക, ഉച്ചയ്ക്ക് പഠിച്ചു നോക്കുക, വൈകിട്ട് പഠിച്ചു നോക്കുക, രാത്രിയും പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങളുടെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ കാര്യങ്ങൾ ഫെച്ച് ആവാൻ കൂടുതലും പലർക്കും പല ടൈം ആയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രാവിലെ തന്നെ പഠിക്കാനാണ്. കാരണം നേരത്തെ ഉറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഉറക്ക ക്ഷീണവും ഒരു മടിയും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ മാക്സിമം രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഞാനീ പറയുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യമാണ്. എന്തായാലും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് 4 മണി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്തുവായാലും എല്ലാവരും പഠിച്ച് തുടങ്ങുമ്പോൾ ഒരു 6 മണിയാകും. പക്ഷെ അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും എഴുതി തീർക്കാണ്ട് പഠിച്ച് ഒരു 7 മണിക്ക് മുമ്പ് പഠിച്ച് തീർത്തിട്ട് ബാക്കി സമയം എഴുതാൻ ശ്രമിക്കുക. ഉറക്കക്ഷീണത്തിൻ്റെ മാത്രം കാര്യത്തിലല്ല മോർണിംഗ് ആണ് പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. നമ്മൾ വേറെ ഡിസ്ട്രാക്ഷൻസിലോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ ആ ഒരു ഫ്രഷ് മൈൻഡിൽ നമ്മൾ ബുക്ക് തുറന്ന് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പറയുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു 6 മണി തൊട്ട് 9 മണി വരെ, അല്ലെങ്കിൽ ഒരു 7 മണി തൊട്ട് 10 മണി വരെ. അപ്പോൾ ഒരു 10 മണി അതിനകം വെച്ചിട്ട് മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. കാരണം അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉണരും. പിന്നെ റോഡിൽ കൂടെ ഒക്കെ വണ്ടിയും അതും ഇതുമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ശല്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം ഒരു 10 മണിക്ക് മുൻപിട്ടായിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുമ്പോൾ ക്ലീൻ യുവർ സ്റ്റഡി എൻവയോൺമെൻറ്റ്. സ്റ്റഡി എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന റൂം, പഠിക്കുന്ന ഏരിയ, ആ ഒരു പെർട്ടിക്കുലർ സ്പേസ് അതെന്തിനാണ് ക്ലീൻ ആക്കി വെക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്കൊരു മെസ്സി റൂമിൽ കിടന്നുറങ്ങാൻ ഇഷ്ടമാണോ? ഇഷ്ടമുള്ളവർ കാണും, പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമല്ല അല്ലേ? എന്നാൽ അതേ റൂം തന്നെ വളരെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരുന്നതിന് നമുക്ക് അവിടെ നിൽക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നും. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഏരിയ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. അവിടെ എന്നും പൊടിയൊന്നും അടിക്കണമെന്നല്ല പറയുന്നത്, ബുക്കൊക്കെ കറക്റ്റായിട്ട് ഡിസോർഡർ ആവാതിരിക്കുക. അപ്പോൾ അത് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ടിപ്പ് ഞാൻ എപ്പോഴൊന്നും ചെയ്യുന്നതല്ല, ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതായത് എടുക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെക്കാൻ ശ്രമിക്കുക. പണ്ടോട്ടേ നമ്മൾ കേൾക്കുന്നതാണ്, പക്ഷേ അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് പിന്നാണ് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്തെന്ന് വെച്ചോളൂ, അത് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് പഠിച്ചിട്ട് തിരിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ബുക്കിന് കിടന്ന് തിരയും. അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ച് അതേ സ്പേസിൽ തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കറിയാം നമ്മൾ എവിടെയാണ് കൊണ്ടുവച്ചതെന്ന്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്ലീൻ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഫോക്കസ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നതിനകത്തോട്ട്. ടിപ്പ് നമ്പർ 3 എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓൺ സ്മോൾ പാർട്സ് എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ആദ്യം സബ്ജക്റ്റ് വൈസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 10 സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സബ്ജക്ട്സിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ്, പിന്നെ വളരെ ഹാർഡായിട്ടുള്ള സബ്ജക്ട്സ്, അതിനകത്ത് നമുക്കിഷ്ടമുള്ള സബ്ജക്ട്സ് ഉൾപ്പെടുത്താം. അതായത് കുറച്ച് കട്ടിയുള്ളത്, പിന്നെ ഒരു മീഡിയം ടഫായിട്ടുള്ള, അതായത് പഠിക്കാൻ പറ്റും എന്നാലും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണമെന്നുള്ള സബ്ജക്ട്സ്, അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വളരെ ടഫ് സബ്ജക്ട്സ് നമ്മൾ കൂടുതൽ സമയം എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഈ ടഫ് സബ്ജക്ട്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ ഈ എളുപ്പമുള്ള സബ്ജക്ട്സിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കണമല്ല, അത് കുറച്ച് സമയം എടുത്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇനി ഒരു പോർഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒറ്റയടിക്ക് പഠിച്ച് ഇങ്ങനെ വിഴുങ്ങാമെന്ന് വിചാരിക്കരുത്. അത് പതുക്കെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തേക്കുമല്ല, അത് തന്നെ പാർട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതെന്തിനാണ്? നമുക്ക് കുറേയും കൂടെ എളുപ്പത്തിൽ അത് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഓരോ പോർഷൻ വീതം പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് പഠിക്കാണ്ട് ഓരോരോ പോർഷനായിട്ട് പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത പോർഷനിലേക്ക് പോവുക. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ പുതിയൊരു സാധനത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഴയത് അവിടെ അങ്ങ് വിടുകയല്ല, അതൊന്നുകൂടി റിവൈസ് ചെയ്തിട്ട് പുതിയതിലേക്ക് പോവുക. ടിപ്പ് നമ്പർ 4, മേക്ക് എ പ്ലാൻ ഓർ സെറ്റ് എ ഗോൾ. ഈ ഒരു കാര്യം ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈം എങ്ങനെ ക്രമീകരിച്ച് പഠിക്കാം എന്നതിനെ അപേക്ഷിച്ചിട്ടാണ്. നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് അല്ലേ? നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇടുമ്പോൾ വളരെ വെപ്രാളപ്പെട്ട് എഴുതുന്നതിനും പതുക്കെ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ വഴികളുണ്ട്. അതായത് നിങ്ങൾക്ക് ഡെയിലി പ്ലാനർ റെഡിയാക്കാം, വീക്ക്ലി പ്ലാനർ റെഡിയാക്കാം. ഡെയിലി പ്ലാനർ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ദിനം പ്രതി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ ആ ദിവസം രാവിലെയോ എടുത്ത് ഒരു ഡയറിയിലോ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡെയിലി പ്ലാനർ എന്ന് പറയുന്നത്.
വീക്ക്ലി പ്ലാനറും അതേപോലെ തന്നെ ഒരാഴ്ചയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തലേ ആഴ്ചയിലെ അവസാനത്തെ ദിവസത്തിലോ നമ്മൾ അടുത്ത ആഴ്ചയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതിന്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി പ്ലാനറിൽ ഞാനിപ്പോൾ ഡെയിലി പ്ലാനറാണ് എന്നും ചെയ്യാറ്. അപ്പോൾ രാവിലെ ഞാൻ ഡെയിലി പ്ലാനറിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കും. അത് കഴിയുമ്പോൾ രാത്രി ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്കറിയാം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മടിച്ചിട്ടേക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ ഒരു ഡെയിലി പ്ലാനിൽ നിങ്ങളൊരു 10 കാര്യങ്ങൾ ഈ ദിവസം ചെയ്യണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 10 എണ്ണം ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ മാക്സിമം ഒരു 8 എണ്ണമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് ചെയ്യുമ്പോൾ ഡെയിലി പ്ലാനറിനകത്ത് എഴുതി പോയല്ലോ, ഇനി എങ്ങനെയാണ് വെട്ടുന്നത് എന്നോർത്ത് അങ്ങനെ മടി പിടിച്ച് ചെയ്യാണ്ട് അത് എഴുതി അത് എനിക്ക് ചെയ്തേ പറ്റൂ എന്നോർത്തിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ ഡേ എൻഡിൽ. അപ്പോൾ ഇനി എങ്ങനെ ഒരു ഡെയിലി പ്ലാനർ സെറ്റാക്കാം എന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. 7 മണിക്ക് എഴുന്നേറ്റ് ഒരു 8 മണി വരെ ഫ്രഷപ്പ് കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് 8 മണിയാകുമ്പോൾ പഠിക്കാൻ വന്നിരിക്കും. 8 മണി to 10 മണിയായിരിക്കും പൊതുവേ പഠിക്കുന്നത്. അപ്പോൾ ഒരു 9 മണി വരെ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കും. ആ സബ്ജക്റ്റ് ഇപ്പോൾ ഫിസിക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിൽ ഞാൻ 90+ ആപ്പിൽ ട്യൂഷൻ കാണും. അതൊരു ½ ആൻ അവർ കാണും ചിലപ്പോൾ. അതിനുശേഷം സ്കൂളിൽ എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എഴുതും. അതിനുശേഷം അത് പഠിക്കും. അങ്ങനെ ഒരു 9 മണി വരെ ഫിസിക്സ് മാത്രം പഠിക്കും. അത് കഴിഞ്ഞ് 9 മണി തൊട്ട് 10 മണി വരെ. അപ്പോൾ അവിടെ നമ്മൾ സബ്ജക്റ്റ് നമ്പർ 2 ആണ് എടുക്കുന്നത്. അത് വേറെ ഏതെങ്കിലും ഒരു മാത്സ് ആണെങ്കിൽ മാത്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90+ ആപ്പിൽ കാണും. അതിനുശേഷം നോട്ട് എഴുതും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അങ്ങനെ 10 മണി കഴിയുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിൻ്റെ കൂടെ TV കാണും, ചിലപ്പോൾ ഫോൺ നോക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ TV ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവമാണ്. അപ്പോൾ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പോഴായിരിക്കും ഞാൻ അടുത്ത സെഷന് വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ 12 മണിയാകുമ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള 1 അവർ ഞാൻ സബ്ജക്റ്റ് നമ്പർ 3 എടുക്കും. കാരണം തലേ ദിവസം എനിക്ക് 3 സബ്ജക്റ്റ് ആയിരിക്കും സ്കൂളിലും എല്ലായിടത്തും പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ 3 സബ്ജക്റ്റും അടുത്ത ദിവസത്തെ ക്ലാസ്സിന് മുമ്പ് മാക്സിമം തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ 12 മണി മുതൽ 1:30 വരെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓൺലൈൻ ക്ലാസ് കേൾക്കും. 1:30 ക്ലാസ് കഴിയും. 1:30 ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പഠിക്കത്തില്ല. ഇനി പഠിക്കുന്നത് ഒരു 7 മണി കഴിഞ്ഞിട്ടാണ്. കാരണം ഒരു 1:30 മുതൽ ഒരു 7 മണി വരെ നമുക്ക് ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഞാൻ പൊതുവേ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ ആദ്യം ഒരു 6 മണിക്കൂർ പഠിച്ചു, ഇനി ഒരു 7 മണി കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ 1:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വിട്ടു തന്നേക്കാണ്. 7 മണിയാകുമ്പോൾ എന്തായാലും കുളിച്ച് കയറി ഒരു 7 മണിയാകുമ്പോൾ അടുത്ത സെഷൻ പഠിക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ 1:30 മുതൽ 7 മണി വരെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ 1:30 തൊട്ട് ഏകദേശം ഒരു 7 മണി വരെ ബ്രേക്ക് എടുത്തിട്ടാണ് അടുത്ത സെഷനിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം 7 മണി എന്ന് പറയുമ്പോൾ 7 മണിക്ക് തന്നെ ഇരിക്കാൻ ശ്രമിക്കും. അപ്പോൾ 7 മണിക്ക് പഠിക്കാതിരുന്ന് കഴിയുമ്പോൾ ഒരു 8:30 വരെ ഞാൻ പഠിക്കും. അതായത് പഠിക്കുന്നതല്ല, നോട്ട് എഴുതുന്നതാണ്. എന്തെങ്കിലും അസൈൻമെൻറ്റോ അല്ലെങ്കിൽ അന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ടോ ഒക്കെ മാക്സിമം ആ ദിവസം തന്നെ എഴുതി തീർക്കാൻ ശ്രമിക്കും. അത് കഴിയുമ്പോൾ 8:30 ആകുമ്പോൾ 8:30 എന്നടിക്കുമ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ താഴോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ കയറും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9:30 ആകുമ്പോഴായിരിക്കും പഠിത്തം നിർത്തുന്നത്. പിന്നെ ഒരു 10:30 ആകുമ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഡേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ് ഞാൻ എത്ര സമയം പഠിക്കാൻ എടുക്കുന്നു, എത്ര സമയം ഉറങ്ങാൻ എടുക്കുന്നു, എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നു. പഠിക്കുന്നതും ഉറങ്ങുന്നതും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എടുക്കുന്ന ലെഷർ ടൈം. അപ്പോൾ നാളെ മുതൽ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്പ് യുവർ ഓൺ ആൻറ്റി സ്ട്രെസ് റിലീവർ. അതായത് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നാം. അതല്ലെങ്കിൽ ഇത്രയും പഠിക്കാനുണ്ടോ എന്ന് ആലോചിച്ചൊരു ടെൻഷൻ തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാനായിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താനുള്ള വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ച് ആൻറ്റി സ്ട്രെസ് റിലീവേഴ്സ് പറഞ്ഞുതരാം, കുറച്ച് എക്സാമ്പിൾസ്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ മ്യൂസിക്കാണ്. കാരണം ഒരുപാട് പേർക്ക് ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അടുത്ത സ്ട്രെസ് റിലീവർ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഗെയിംസ് ആണ്. അതായത് വലിയ ഗെയിമൊന്നുമല്ല, PUBG പോലുള്ള ഗെയിമൊന്നുമല്ല ഞാൻ പറയുന്നത്, കുഞ്ഞു ഗെയിമുകൾ, നമ്മളുടെ മനസ്സിന് റിഫ്രഷ്മെൻറ്റ് നൽകാൻ കഴിയുന്ന ഗെയിമുകളുണ്ടല്ലോ. അതും ഒരുപാട് നേരം കളിക്കരുത്. കാരണം നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയല്ല ഗെയിം കളിക്കണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ വായന. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ബുക്സ് ആവാം, നോവൽസ് ആവാം, കുഞ്ഞു കഥകളാവാം, പത്രമാവാം, മാഗസിൻസ് ആവാം, എന്തും ആവാം. നാലാമത്തെ ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടുക. ആൾക്കാരെന്ന് പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാരൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവർ. നമ്മൾ ഫോണും ബുക്കും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അമ്മയായിട്ടോ അച്ഛനുമായിട്ടോ ചേട്ടനുമായിട്ടോ ചേച്ചിയായിട്ടൊക്കെ കുറച്ച് നേരം മൈൻഡ് തുറന്നങ്ങ് സംസാരിക്കുക. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഒരു റിലീഫ് കിട്ടും. അപ്പോൾ അടുത്തത് മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ്, അതായത് ഫുഡും സ്ലീപ്പും. ഇത് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. ഒന്നാമത് ഞാൻ ഉറക്കത്തിനെ പറ്റിയിട്ട് പറയാം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 6-7 മണിക്കൂർ കിടന്ന് ഉറങ്ങാനല്ല പറയുന്നത്, ഒന്ന് മയങ്ങുക. ഒരു 10, 20, 30 മിനിറ്റ് എല്ലാം മറന്ന് ഒന്ന് മയങ്ങുക. അപ്പോൾ മയങ്ങി എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും. ഓക്കെ, ഞാൻ എൻ്റെ സ്ട്രെസ്സൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ പോലെ ഉണ്ട്, അപ്പോൾ ഇനി നമുക്ക് ബാക്കി പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് റെഡിയാവും.
അടുത്തതെന്ന് പറയുമ്പോൾ ഫുഡാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ബുക്കിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഈ സ്ട്രെസ്സ് വരുമ്പോൾ, ടെൻഷൻ വരുമ്പോഴൊക്കെ ഓരോരുത്തർ മുട്ടായി കഴിക്കുന്നു അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ മാക്സിമം അത് കൂട്ടാൻ ശ്രമിക്കുക. പിന്നെ മുട്ടായി കഴിച്ച് ഷുഗർ വരുത്താനല്ല പറയുന്നത്. അപ്പോൾ 5 സ്ട്രെസ് റിലീവർ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. കളർ റെക്കഗ്നൈസേഷൻ എബിലിറ്റി എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് സയൻറ്റിഫിക് ആയിട്ട് തെളിഞ്ഞൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങൾ വെറുതെ ബുക്ക് മറിച്ച് നോക്കിയാൽ പോലും എക്സാമിന് ചെല്ലുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ ഏത് പേജിലാണ്, ആ പേജിലുള്ള പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് മാത്രം ഓർമ്മയില്ല. കാരണം നമ്മളുടെ മൈൻഡിന് കളർ വേഗം ഇങ്ങനെ ക്യാച്ച് ചെയ്യാനുള്ളൊരു പവറുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് നോട്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എഴുതുന്ന സാധനം ഉണ്ടല്ലോ. അതിനൊക്കെ എന്തുകൊണ്ടാണ് ഈ കളർ വൈസ് കൊടുക്കുന്നത്? യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, ഓറഞ്ച്. അതെന്താണെന്നറിയാമോ? കാരണം നമുക്ക് കളറ് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹൈലൈറ്റർ പെൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഹൈലൈറ്റർ പെൻസ് യൂസ് ചെയ്യും, പോസ്റ്റ് നോട്ട്സ് യൂസ് ചെയ്യും. കാരണം ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻറ്റ്സ് ഹൈലൈറ്റർ പെന്നൊക്കെ കൊണ്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തിടുമ്പോൾ നമുക്ക് ഏതെങ്കിലും എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് ആ കളർ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വരച്ചിട്ടേക്കുന്ന കാര്യം ഓർമ്മ വരും. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ടിപ്പാണ്. അതായത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന്. അത് തന്നെയാണ് നമ്മൾ അടുത്ത ടിപ്പ്, പ്രാക്ടീസ്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ബൈ ഹാർട്ടായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒരു 5 പ്രാവശ്യം ഒന്ന് വായിക്കുക. ടെക്സ്റ്റിലുള്ള കാര്യം ഒന്ന് 5 പ്രാവശ്യം വായിക്കുക. അപ്പോൾ ഒച്ചത്തിൽ വായിച്ച് 5 പ്രാവശ്യം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 30% നിങ്ങളുടെ മനസ്സിൽ അത് ഫിക്സ് ആവും. അതിനുശേഷം കാണാതെ ഒരു 5 പ്രാവശ്യം പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്കതൊരു 50% ഫിക്സ് ആവും. അതിനുശേഷം കണ്ടുകൊണ്ട് ഒരു നോട്ട്ബുക്കിൽ, ഒരു റഫ് നോട്ടിൽ അതൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 80% റെഡിയാവും. അതിനുശേഷം കാണാണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നോക്കുക. അപ്പോൾ 100% നിങ്ങൾക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാവുന്ന രീതിയിൽ അത് റെഡി ആയിട്ടുണ്ടാവും. അടുത്ത ടിപ്പെന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു ടിപ്പ് പറഞ്ഞു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനിതിവിടെ ചെയ്യുമ്പോൾ എനിക്ക് ചുറ്റും നിന്നും വട്ട് എന്നൊരു വാക്കാണ് വരുന്നത്. അതായത് ഒറ്റയ്ക്ക് നിന്ന് പഠിപ്പിക്കാം. അത് പണ്ട് തൊട്ടേ ഒറ്റയ്ക്ക് ഇന്ന് ഞാൻ പഠിപ്പിക്കാറുണ്ട്. അതായത് പണ്ടൊക്കെ ചുമ്മാ നേരത്ത് പഠിപ്പിക്കുന്നത് ഈ ഷോളൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ ഇട്ട് ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടന്ന് പഠിപ്പിക്കും. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, ഷോളും ചെരുപ്പൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇന്നും ഞാൻ അങ്ങനെ ഒന്ന് പഠിപ്പിച്ചപ്പോൾ എൻ്റെ അടുത്ത് അമ്മ ഒന്ന് ചോദിച്ചു, നിനക്കെന്തുവാ പെണ്ണെ വട്ടായോന്നു. പക്ഷേ ആക്ച്വലി അതൊരു നല്ല വഴിയാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാളും മുമ്പിൽ നമ്മളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ട് എന്നൊരു ബോധം വരുത്തുക. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവരുടെ ചോദ്യങ്ങൾ ചോദിച്ച് അവർ തന്നെ ഉത്തരം പറയുന്ന രീതിയിൽ നമ്മളങ്ങ് പറയുക. അപ്പോൾ എന്താണ്, നമ്മൾ ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ടല്ലേ, ആ ഒരു ഊഹം വെച്ചങ്ങ് പഠിപ്പിക്കാം. ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ടീച്ചർമാരൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ ബുക്കൊന്നും കാണത്തില്ല. പക്ഷേ അവർ ബുക്കിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. എന്തിന്, പേജ് നമ്പർ പോലും കൃത്യമായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർഷങ്ങളോളം പഠിപ്പിച്ച് അവരും പഠിക്കുകയാണ്. അത് അതേപോലെ തന്നെ നമ്മളും കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളും പഠിക്കും. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് യോഗ ആൻഡ് മെഡിറ്റേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ രാവിലെയോ സന്ധ്യയ്ക്കോ ഏത് സമയത്താണെങ്കിലും അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പലരും ഫോളോ ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മടിക്കാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. കാരണം അത് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സഹായിക്കും. ഞാൻ എന്നൊന്നും ചെയ്യാറില്ല, കാരണം മടിയാണ്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വലിയ യോഗം എടുത്താൽ പൊങ്ങാത്തൊന്നും ചെയ്യണമല്ല. ബിഗിനേഴ്സിനുള്ള യോഗാസൻസ് ഉണ്ടല്ലോ, ഒരു 10 7 ഒക്കെ നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മളുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. അതേപോലെ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യോഗയിൽ നിന്ന് കിട്ടുന്ന കോൺസെൻട്രേഷൻ. അത് നമുക്ക് പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി ഞാൻ എത്തുന്നവരെ ബൈ.